ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ ഇപ്പോൾ കേട്ടല്ലോ. ഡോക്ടർ റോസ്നാര ബീഗം KGM-CTA പ്രതിനിധിയാണ്. അതിലപ്പുറം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അവിടെ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CPIM ഇതിൽ ഒരു രാഷ്ട്രീയം കാണുന്നുണ്ടോ? ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമായാലും ആരോഗ്യമന്ത്രി UDF കാലത്തെ കണക്ക് 0 നിന്ന് തുടങ്ങി ഞങ്ങളിതാ വലിയ വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രൂപത്തിൽ ചില കണക്കുകളുമായിട്ട് വരുന്നു. ഇതല്ലല്ലോ ചോദ്യം ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രതിപക്ഷ നേതാവോ അല്ല. ഒരു ഡോക്ടർ ആ മെഡിക്കൽ കോളേജിനകത്തെ തൻ്റെ അനുഭവം, തനിക്ക് മുന്നോട്ട് പോകാൻ, തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ, രോഗികൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. ആ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് പോലും അതിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വളരെ ബഹുമാനത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ കേട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്നാണ്. അപ്പോൾ അദ്ദേഹം നടപടി എന്തു വന്നാലും പറയാനുള്ളത് പറയും എന്ന് ഉറച്ചു തന്നെയാണ് നിലപാടെടുത്തത്. അതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയമായി കാണുന്നത്? ഇവിടെ കഴിഞ്ഞ 4-5 ദിവസമായി ഇതേ വിഷയത്തിൽ തന്നെയാണല്ലോ ചർച്ച. അന്ന് ഓപ്പറേഷൻ മുടങ്ങി, ഒരു ഉപകരണം വരാനുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്നതായിരുന്നു തുടക്കത്തിലുള്ള ചർച്ച. എന്നാൽ ഉപകരണം വന്നു, ഇന്നലെ മുതൽ ഓപ്പറേഷൻ പുനഃസ്ഥാപിച്ചു, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇതിനിടയിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിലൊന്ന് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പണസമ്പാദനം, ഒരൊറ്റ വീട് പോലും നിർമ്മിച്ച് നൽകിയിട്ടില്ല അവർ, നേരിട്ട് ഗവൺമെന്റ് സംവിധാനത്തിന് പണം കൊടുത്തിട്ടില്ല എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ദിവസം പൊതുസമൂഹത്തിൽ വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായം, പൊതുജനങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇന്ന് അവർ മറുപടിയായിട്ട് വരുമ്പോഴും ഗവൺമെന്റ് സംവിധാനത്തെ അവർ അപ്രോച്ച് ചെയ്തതായിട്ട് ഒരു രേഖയും കാണിച്ചില്ല. ഈ ചർച്ച നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അത് ഒരു ദിവസം പോലും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ല. ഇന്ന് രാവിലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്ത, പ്രധാനപ്പെട്ട വിഷയം ഇതാണല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ. നിങ്ങൾ ഉന്നയിക്കുമ്പോൾ മാത്രം അത് ഗുരുതരമായ വിഷയമാകുന്നു. മറ്റു മാധ്യമങ്ങളുടെ വിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ കൂടി ഒന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ദേശാഭിമാനിയിൽ മുഴുവൻ ഭാഗത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ, ആരോഗ്യമന്ത്രിയുടെ അഭിമുഖം, മുഖപ്രസംഗത്തിൽ ഈ ആണല്ലോ. അപ്പോൾ അതിനൊരു ഗൗരവം താങ്കളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് മറുപടിയിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാം. അല്ല, അത് ഉൾക്കൊണ്ടിട്ടില്ല. എൻ്റെ മറുപടി ഞാൻ വരും, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പറയും. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടു. നിങ്ങൾ റിപ്പോർട്ടർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാന വാർത്ത, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിടെ തന്നെ താൽക്കാലിക ഡ്രൈവറായിട്ട് മാറ്റിയിരിക്കുന്ന ഒരാളെ കൊണ്ട് SC/ST ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന വാർത്ത നിങ്ങൾ തന്നെ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. അത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് മടി കാണിച്ചു. 70 രൂപ ഓമനക്കുട്ടൻ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ തുക മാറ്റിവെച്ചപ്പോൾ അത് മാസങ്ങൾ ചർച്ച ചെയ്ത ചാനലുകൾ ഉള്ളപ്പോൾ നിങ്ങൾ അതുപോലും ചർച്ചയാക്കാതെ നിങ്ങൾ ഒതുക്കി കളയുന്നതും 3-4 ദിവസമായി പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പത്രങ്ങൾ പല എഡിറ്റോറിയൽ എഴുതും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഈ 2 വാർത്തയും റിപ്പോർട്ടർ ചാനൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്താത്തതിൽ എൻ്റെ പാർട്ടിക്കുള്ള പ്രതിഷേധം ശക്തമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കൃത്യമായി അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തുകയാണ്. അത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് കൃത്യമായി ആ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടി ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിക്കും. ഇവിടെ അദ്ദേഹം ഉയർത്തിയ വിഷയം, 3 ഓപ്പറേഷൻ കഴിഞ്ഞ് 4ാമത്തെ ഓപ്പറേഷനായിട്ട് പോകുമ്പോൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു ഉപകരണത്തിന് കേടുപാട് സംഭവിച്ചു. ആ ഉപകരണം നേരത്തെ വാങ്ങണം എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതായിരുന്നു. എന്നിട്ട് നടപടി സ്വീകരിച്ചില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ വിഷയം ഫേസ്ബുക്കിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത്? അദ്ദേഹം എന്നാണ് അത് ആവശ്യപ്പെട്ടത്? അതിനുശേഷം ആവശ്യപ്പെട്ടതിന് ശേഷം ആ ഫയൽ എങ്ങനെയാണ് നീങ്ങിയത്? ആ ഫയൽ എവിടെയൊക്കെയാണ് സ്ട്രക്കായിട്ട് നിന്നത്? എവിടെയെങ്കിലും അത് സ്ട്രക്കായിട്ട് നിന്നിട്ടുണ്ടോ? എന്നാണ് ആ ഉപകരണത്തിന് വേണ്ടി ഓർഡർ കൊടുത്തത്? ആര് വഴിയാണ് ഓർഡർ കൊടുത്തത്? ആ ഓർഡർ കൊടുത്ത തീയതി എന്നാണ്? ഓർഡർ കൊടുക്കുമ്പോൾ എത്ര ദിവസം സാവകാശം എന്നാണ് അത് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിക്കപ്പെട്ട കമ്പനി നിശ്ചയിച്ചിരുന്നത്? അത് എന്നാണ് വന്നത് എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായി അന്വേഷണം നടക്കുമല്ലോ. ഇവിടെ അദ്ദേഹം 27-ാം തീയതിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27-ാം തീയതിയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടത്. 28, 29 ഒക്കെ നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ടിരുന്നതാണ്. 2-ാം തീയതി ചൊവ്വാഴ്ചയാണ് അത് ആ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഉള്ള ഉപകരണം വന്നത്. ഏതായാലും ഹൈദരാബാദിൽ നിന്നൊരു ഉപകരണം വന്നെങ്കിൽ 2-3 ദിവസം പോരാ, അതിൽ കൂടുതൽ വേണം. ഞാൻ മനസ്സിലാക്കുന്നത് 8/5/2025, അതായത് ഒരു 1.5 മാസം മുമ്പ്
മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടുത്തെ സൂപ്രണ്ടന്റ് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്ത് അത് കത്ത് കൊടുത്ത് അതിൻ്റെ ഭാഗമായി ബുക്ക് ചെയ്ത ഉപകരണമാണ് ചൊവ്വാഴ്ച വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന രൂപത്തിൽ ഇദ്ദേഹം അറിയാതെ ഏതായാലും ഓർഡർ കൊടുക്കില്ല. ഓർഡർ കൊടുത്താൽ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് HOD വിളിക്കും എന്നാണ് കൊണ്ടുവരുന്നത് എന്താണ്, അല്ലെങ്കിൽ HOD അങ്ങോട്ട് വിളിക്കണം, കാരണം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് വിളിച്ച് ഓർഡർ സ്വീകരിച്ചോ എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസപ്ഷൻ എന്നാണ് തിരിച്ച് കിട്ടുക, പുറപ്പെട്ടോ, എങ്ങനെയാണ് അത് അയക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ. അപ്പൊ അതൊക്കെ ഏതായാലും അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കട്ടെ. താങ്കളുടെ ചില സംശയങ്ങളുണ്ട്. അതായത് ഡോക്ടർ ഹാരിസ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മറ്റെന്തൊക്കെയോ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ കൊടുത്തിരിക്കുന്ന ഓർഡർ പ്രകാരം വന്നിരിക്കുന്ന ചൊവ്വാഴ്ച വന്നിരിക്കുന്ന ഉപകരണങ്ങൾ അല്ലേ. പക്ഷേ ചൊവ്വാഴ്ച ഉപകരണം എത്തുമെന്നുള്ള ഉറപ്പ് പിന്നീട് സർക്കാർ നൽകിയതാണല്ലോ മന്ത്രിക്ക്. അങ്ങനെയാണല്ലോ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നത്. അല്ല, നിങ്ങളുടെ ലേഖകൻ ശേഖരിക്കുന്ന വാർത്തയാകാം. ആ വാർത്തയുടെ ആധികാരികതയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആധികാരികതയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആധികാരികമായി പറയുമ്പോൾ താങ്കൾ സോഴ്സ് ഒന്ന് പറയൂ. എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ വിവരം കിട്ടുന്നത്? ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പറയാത്തൊരു കാര്യം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നടത്തും എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. ആ ഉറപ്പാണല്ലോ ആരോഗ്യമന്ത്രി നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രി പറയണ്ടേ? നേരത്തെ തന്നെ സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ചൊവ്വാഴ്ച എത്തുമെന്നല്ലേ പറയേണ്ടിയിരുന്നത്? അങ്ങനെയല്ലല്ലോ മന്ത്രി പറഞ്ഞത്. അല്ല, ഇവിടെ അന്ന് പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു, ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് ചില ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞു. താങ്കൾ ലീഡ് ചെയ്ത ചർച്ചയിലടക്കം ഈ ആവശ്യത്തിനല്ല പോയത്, മറ്റു പല ആവശ്യങ്ങൾക്കാണ് പോയപ്പോൾ ഇതും സൂചിപ്പിച്ചു. അത് കുറെ മുമ്പാണ് എന്നതാണ്. ഒരു തീയതിയോ ഡേറ്റോ ഈ വിഷയമായിട്ടാണോ എന്നൊരു ക്ലാരിഫിക്കേഷൻ അവിടെ മന്ത്രി ഓഫീസിൽ പോയപ്പോൾ ഞാൻ പറയട്ടെ മാഡം, ഞാൻ എന്റെ വാദമാണല്ലോ ഞാൻ പറയുന്നത്. താങ്കൾക്ക് മറുവാദമുണ്ടെങ്കിൽ സൂചിപ്പിക്കാം. അപ്പോൾ മന്ത്രി ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു തരത്തിലും തനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലെന്നും താൻ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു എന്നും ചില ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞു. എന്നാൽ മറ്റു ചില ചാനലുകളിൽ മറിച്ചും പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഓഫീസിൽ അദ്ദേഹം ഈ ആവശ്യം പറഞ്ഞപ്പോൾ അത് പരിഹരിക്കപ്പെട്ടുവെന്നും അതിനുശേഷം ഇതേ ഉപകരണം പ്രോബ് 2 എണ്ണം മന്ത്രി ഓഫീസിൽ നിന്ന് ഇടപെട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വരുത്തിച്ചു കൊടുത്തിരുന്നു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ഒരു സാഹചര്യം കൃത്യമായി ഈ മാസം തന്നെ ഏകദേശം 242 ഓപ്പറേഷൻ 25 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് 26, 27 തീയതികളിലെല്ലാം നിശ്ചയിച്ച ഓപ്പറേഷൻ എല്ലാം നടന്ന് അവസാന ദിവസം 4 ഓപ്പറേഷനിൽ 3 എണ്ണവും പൂർത്തീകരിച്ചിട്ടാണ് 4ാമത്തെ ഓപ്പറേഷന്റെ സമയത്ത് ഉപകരണത്തിന് നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ഇങ്ങനെയാണല്ലോ ആശുപത്രിയിൽ നിന്നും സൂപ്രണ്ട് പറയുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെയല്ല, 4-ൽ 1 ഓപ്പറേഷനേ നടന്നിട്ടുള്ളൂ, 3 എണ്ണം നടന്നിട്ടില്ല. അതിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം, ഒരു മകൻ്റെ പ്രായമുള്ള പയ്യന് അദ്ദേഹം വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു. ആ ഓപ്പറേഷൻ ഉടനടി ചെയ്യേണ്ടതായിരുന്നു, അതിൽ വൈകാരികമായി അതിൽ കുറിപ്പിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ഓപ്പറേഷന് വേണ്ടിയല്ല അദ്ദേഹം അത് പ്രതികരിച്ചതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ശസ്ത്രക്രിയകൾ വൈകുന്നില്ല എന്നാണോ? എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമല്ലേ, സാധാരണ ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തവുമാണ്, കൃത്യവുമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തിൽ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. അത് വച്ച് താങ്കൾ 4-5 ദിവസമായിട്ട് ചർച്ച സംഘടിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണോ ശരി? മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ പൂർത്തീകരിച്ച് കിടക്കുന്ന രോഗികൾ, അവിടെ പെൻഡിങ് ഓപ്പറേഷനുള്ള ലിസ്റ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും അവിടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികളാണോ ശരി? ഏതാണ് വസ്തുത ശരി എന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ താങ്കൾക്ക് ആധികാരികമായ വിവരം കിട്ടിയ മട്ടിലാണ് ഇപ്പോൾ ഡോക്ടറെ തന്നെ സംശയിക്കുന്ന രീതിയിൽ, ഡോക്ടർ ഹാരിസിനെ സംശയിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് താങ്കളിൽ നിന്ന് കേൾക്കുന്നത്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. മന്ത്രി ആദ്യത്തെ ദിവസം കണക്കുകൾ പറഞ്ഞു, 2ാമത്തെ ദിവസമായപ്പോഴേക്കും ഡോക്ടർ നല്ലതാണ്, ഡോക്ടർ മിടുക്കനാണ്, ഡോക്ടർ നല്ല മികച്ച വ്യക്തിയാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം, മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. അപ്പോൾ നിങ്ങൾ ഡോക്ടർ ഹാരിസിനെ
നോട്ടമിട്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായി തന്നെ അതിനെ കാണേണ്ടി വരും. കാരണം ഒരു വിമർശനം പറഞ്ഞുകൂടാ. വിമർശനം പറയുന്ന ഒരു ഡോക്ടറാകട്ടെ, ഏത് സാധാരണക്കാരനാകട്ടെ, അയാൾ സർക്കാർ വിരുദ്ധനാണ്. സർക്കാർ വിരുദ്ധനെന്നല്ല, കേരള വിരുദ്ധനാണ്. കേരളം നമ്പർ 1, കേരളത്തിന് അപഖ്യാതി ഉണ്ടാക്കി എന്നതാണല്ലോ വാദം. ഒരു വിഷയം അത് ഉന്നയിക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക. അത് അഡ്രസ്സ് ചെയ്തു എന്നാണല്ലോ ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു, അത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്കും സർക്കാർ കടന്നു. പിന്നെ എങ്ങനെയാണ് അത് നേരത്തെയുള്ള വിഷയമായിട്ട് പറയുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് അത് മാറ്റി എഴുതുന്നത്? നിങ്ങളുടെ സൗകര്യത്തിന് മാറ്റി എഴുതുന്നില്ല. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. ആ സത്യം പുറത്തു വരും. ആ സത്യം പുറത്തു വരാനാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷൻ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രംഗത്തുള്ള വിദഗ്ധന്മാരാണ്. അവർ വസ്തുതകൾ പരിശോധിക്കുന്നു, രേഖകൾ പരിശോധിക്കുന്നു, മൊഴികൾ പരിശോധിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും ഒരു ഡോക്ടറുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ആ ഡോക്ടറുടെ കഴിവിനെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിച്ചിട്ടില്ല. അന്നും ഇന്നും പറയുന്നത് മികച്ച ഡോക്ടർ തന്നെയാണ്. നിരവധി മികച്ച ഡോക്ടർമാരുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോഗ്യ മേഖല ഇങ്ങനെ മാറിയത്. ഡോക്ടർ റോസ്നാര ബീഗം അവരുടെ കഠിനാധ്വാനം, അവരുടെ അമിത അധ്വാനത്തെക്കുറിച്ച്, കാരണം അവർക്ക് വേണ്ടത്ര സ്റ്റാഫില്ല, അവർ എത്രത്തോളം കൂടുതൽ പണി ചെയ്യേണ്ടി വരുന്നു, ആ ജോലിക്കുള്ള ശമ്പളം അവർക്ക് കൃത്യമായി കിട്ടുന്നില്ല, അതിൽ വർധനയുണ്ടാകുന്നില്ല, അവരുടെ പ്രശ്നങ്ങളാണ്. Debate with Smriti Parittikar.